എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുസ്തഫ താനൂരാണ്. ഞാനിപ്പോൾ ഉള്ളതേ മലപ്പുറം ജില്ലയിലെ തിരൂർ ആദവനാട് മാട്ടുമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തപ്പുള്ളത്. ഇപ്പോൾ ഞാൻ വന്നതേ നമ്മുടെ ആതിരാമോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആതിരാമോൾക്ക് നല്ലൊരു വരനെ വേണം. അപ്പോൾ ഒരു കുഴപ്പമില്ല ആതിരാമോൾക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആതിരാമോളോട് അവരുടെ അച്ഛനമ്മക്കണ്ട് അവരുടെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഇത് ഷെയർ ചെയ്യും വേണം. നമുക്ക് ആതിരാമോൾക്ക് നല്ലൊരു വരനെ കണ്ടെത്തി കൊടുക്കും വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ആതിരാമോളുടെ വീട് കണ്ടാലോ. ഇതാണ് ആതിരാമോളുടെ വീട്. അപ്പോൾ റോഡ് വക്കത്തൊക്കെയാണ് വീട്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡിട്ടൊക്കെ വീടാണ്. അപ്പോൾ അവിടെ മാമനൊക്കെ പന്തലിൻ്റെ വർക്കും സ്വന്തമായിട്ട് പന്തലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് ആതിരാമോളുടെ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആതിരാമോളോട് നമുക്ക് അവരുടെ കുടുംബത്തിനോടൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ ആതിരാമോളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആതിരാമോളെ കണ്ടിട്ടുണ്ട്. ആതിര, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ലേ? നമുക്ക് കല്യാണമൊക്കെ വേണ്ടേ? അപ്പോൾ മോൾക്ക് എത്ര വയസ്സായി? 27. 27 വയസ്സായി. ഇപ്പോൾ കയ്യിനോ കാലിനോ ഒന്നും കുഴപ്പമില്ല. പിന്നെ കേൾവിയൊക്കെ ഉണ്ടല്ലേ? കേൾവിയൊക്കെ ഉണ്ട്. പിന്നെ സംസാരത്തിൽ ചെറിയ ഇതല്ലേ? എത്ര പഠിച്ചിട്ടുണ്ട്? +2 വരെ പഠിച്ചിട്ടേ. അപ്പോൾ +2 വരെ ആതിരാമോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തുക. നമ്മളെ ഒരു തണൽമര ഫൗണ്ടേഷനിൽ കൂടെയൊക്കെ ഒരുപാട് 300ഓളം വിവാഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടിയും ഇതുപോലെ അവർക്ക് വിവാഹം സെറ്റാക്കി കൊടുക്കുകയാണ്. ഇതാണ് നല്ല സുന്ദരിയായ മോളാണ്. അപ്പോൾ ഇത് പറ്റുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഇതിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കും, ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ. ആ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ. ഇതാണ് ആതിരമോളുടെ അമ്മ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവർക്ക് പിന്നെ അടുക്കളപ്പണിയൊക്കെ ഇവർ ചെയ്യുമല്ലേ? അടുക്കളപ്പണിയൊക്കെ. അപ്പോൾ പുതിയാപ്പിളക്ക് ചായയും ഇതൊക്കെ കൊടുക്കാൻ റെഡിയല്ലേ? അതൊക്കെ എടുത്ത് കൊടുക്കും അല്ലേ? അപ്പോൾ എല്ലാ പണിയും ഒരുവിധ പണികളൊക്കെ അവൾക്ക് അറിയുന്ന പറയണത്. പിന്നെ എന്തെങ്കിലും കൈത്തോല അങ്ങനെ എന്തെങ്കിലും ഇല്ല? തുന്നൽ മിഷീൻ അങ്ങനെയൊന്നും അതിനൊന്നും പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇവരെ പിന്നെ അച്ഛൻ ഇവിടെ വരി ഒന്ന് കാണാം. ഇതാണ് അച്ഛന്. ഇവർ ആതിരാമോൾക്ക് നല്ലൊരു കേസ് നമ്മളെല്ലാവരും കൂടി ഒരു വിവാഹം അവർക്ക് സെറ്റാക്കി കൊടുക്കുക. നമ്മളെ ആ സംഗമത്തിലൂടെ ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ നമ്പറുണ്ട്, ഇവരെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് നമ്പർ. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ വിദ്യാഭ്യാസം ഉണ്ട്. സ്വന്തമായിട്ട് എഴുതുകയൊക്കെ ചെയ്യില്ലേ? പേരൊക്കെ എഴുതോ? ഒക്കെ എഴുതുമല്ലേ? അപ്പോൾ അവളെ പേരും കാര്യങ്ങളും ഇപ്പോൾ കണക്കൂട്ടലൊക്കെ അങ്ങനെ അത് ഇല്ലല്ലേ? അപ്പോൾ ചെറിയ പഠന വൈകല്യമുണ്ട്. പിന്നെ സംസാരത്തിൽ ചർച്ച കുറവല്ല. ഇപ്പോൾ 2 കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മളെ ആ സംഗമത്തിലേക്ക് എത്രയോ നടക്കാൻ പറ്റാത്ത എത്രയോ മക്കൾക്ക് വിവാഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠന വൈകല്യമാണ് ഇവൾക്ക്. പിന്നെ ഇവളെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതും, വീട്ടുകാരുടെ പേരൊക്കെ എഴുതും. അപ്പോൾ നിങ്ങൾ പറ്റിയ ഒരു കേസ് കണ്ടെത്തുക. അപ്പോൾ ആതിരാമോളുടെ വീടൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇതൊക്കെയാണ്. പിന്നെ മാമനക്ക് പന്തൽ വർക്കാണ് കാര്യം. അത്യാവശ്യം കുഴപ്പമില്ല, ജീവിക്കാനൊക്കെ അല്ലേ? കുഴപ്പമില്ല. ഏട്ടനല്ലേ? ഏട്ടനാണ്. അപ്പോൾ ഇത് പരമാവധി നമ്മളെ ഗ്രൂപ്പുകളിലിടും. ബന്ധപ്പെട്ട ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഈ നമ്പർ ഇവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വിവാഹമായിട്ടൊക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നമ്പർ കാണുമ്പോൾ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് പറ്റിയൊരു ഇണയെ നമുക്ക് കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ.